ട്രെയിനിംഗ് ഡയറക്ടറേറ്റിൽ നിറപുഞ്ചിരിയുമായി OIT നടക്കുന്ന കർമ്മനിരതയായ ഞങ്ങളുടെ അക്കൗണ്ട് ഓഫീസർ സുമ എൽ ഇന്ന് സർവീസിൽ നിന്ന് വിട പറയുകയാണ്. 1969 മാർച്ച് മാസം 9 ബാലരാമപുരത്തിന് അടുത്തുള്ള ഒരു കുഞ്ഞു ഗ്രാമത്തിലെ ഗ്രേസ് വില്ലയിൽ സാമുവേൽ ലില്ലി മേരി എന്നീ ദമ്പതിമാരുടെ മകളായി ജനനം. 6 വയസ്സുവരെ മലയിൻകീഴിനടുത്തുള്ള മലയം വിളവൂർക്കൽ സ്കൂളിൽ പഠനം, തുടർന്ന് നെല്ലിമൂട് സെന്റ് ക്രിസോസ്റ്റം സ്കൂളിൽ SSLC വരെ പഠനം, അതിനുശേഷം കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ പ്രീ-ഡിഗ്രി പഠനം. അവിടെത്തന്നെ ഡിഗ്രി അവസാന വർഷം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ 1988 ഡിസംബർ 20 തൈക്കാടുള്ള വ്യാവസായിക പരിശീലന വകുപ്പിൽ LD ക്ലർക്കായി സേവനത്തിൽ പ്രവേശിച്ചു. അക്കൗണ്ട് സെക്ഷനിൽ 2 വർഷവും 16 വർഷത്തോളം ഡയറക്ടറേറ്റിലെ എസ്റ്റാബ്ലിഷ്മെന്റ് സെക്ഷനിലെ വിവിധ സീറ്റുകളിലായി ജോലി ചെയ്തിട്ടുണ്ട്. തുടർന്ന് 2006 HC തസ്തികയിൽ ഉദ്യോഗകയറ്റം ലഭിക്കുകയും 1.5 വർഷത്തിനുശേഷം ജൂനിയർ സൂപ്രണ്ടും 6 വർഷത്തിനുശേഷം സീനിയർ സൂപ്രണ്ട് ആയും വിവിധ ജില്ലകളിലെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തതിനുശേഷം കണ്ണൂർ RDETയിൽ അക്കൗണ്ട് ഓഫീസറായി 3 വർഷം സേവനം പൂർത്തിയാക്കിയതിനുശേഷം തിരുവനന്തപുരം ഡയറക്ടറേറ്റിൽ 2022 ഒക്ടോബറിൽ ഉദ്യോഗകയറ്റം ലഭിച്ചതിനെ തുടർന്ന് ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. 2023 മാർച്ച് 23 ഉദ്യോഗ കയറ്റത്തിലൂടെ AO ഫസ്റ്റ് തസ്തികയിൽ തുടരുകയും 2024 ഡിസംബർ മാസം 20 36 വർഷത്തെ സേവനം പൂർത്തിയാക്കി ഇന്ന് സർവീസിൽ നിന്നും പടിയിറങ്ങുകയാണ്. സുമ മാഡത്തിന്റെ മാതാവ് രജിസ്റ്റർ ഓഫീസിൽ സേവനത്തിൽ നിന്നും വിരമിച്ച ശേഷം ഏക സഹോദരനോടൊപ്പം താമസിക്കുന്നു. സഹോദരൻ ഇലക്ട്രിസിറ്റി ബോർഡിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായി സേവനമനുഷ്ഠിക്കുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ ബാങ്കിലെ സ്റ്റാഫാണ്. ഇവർക്ക് 2 ആൺമക്കളാണ് ഉള്ളത്. സുമ മാഡം ഇപ്പോൾ താമസിക്കുന്നത് കരമനക്കടുത്തുള്ള തമലം എന്ന സ്ഥലത്താണ്. പോലീസ് ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥനായ ശ്രീ സാബുവിനെ വിവാഹം കഴിക്കുകയും ഇപ്പോൾ DYSP തസ്തികയിൽ നിന്നും വിരമിച്ച ശേഷം ഗ്ലോബൽ ആൻഡ് സോളാർ സൊല്യൂഷൻ എന്ന കമ്പനി സ്വന്തമായി നടത്തിവരുന്നു. മകൻ നിതിനും ഭാര്യ ആശയും ജർമ്മനിയിൽ എഞ്ചിനീയർമാരാണ്. ഇവർക്ക് 2 വയസ്സായ ഒരു മകളുണ്ട്. മകൾ നീതുവും ഭർത്താവ് ആരത്തും പൂനെയിൽ താമസിക്കുന്നു. മകൾ പൂനെയിൽ ഒരു മെഡിക്കൽ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായും ഭർത്താവ് എഞ്ചിനീയറായും വർക്ക് ചെയ്തുവരുന്നു. ഇവർക്ക് 8 മാസം പ്രായമായ ഒരു മകനുണ്ട്. സുമ മേഡത്തിന് ഇഷ്ടവിനോദങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് യാത്രകൾ. നമുക്കൊരു ജന്മമേ ഉള്ളൂ, അത് മാക്സിമം എൻജോയ് ചെയ്യുക എന്ന പോളിസിയാണ് മേഡം പിന്തുടരുന്നത്. അതുകൊണ്ടുതന്നെ കേരളത്തിലെ ഏകദേശം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും സന്ദർശിച്ചിട്ടുണ്ട്. കൂടാതെ പലവട്ടം മൈസൂർ, ബാംഗ്ലൂർ, ഊട്ടി, കൊടൈക്കനാൽ, ഹൈദരാബാദ്, കാശ്മീർ, കുളു, മണാലി, ഡൽഹി കൂടാതെ 2016 ഈജിപ്ത്, പലസ്തീൻ, ഇസ്രായേൽ, ജെറുസലേം എന്നീ വിശുദ്ധ നാടുകളും യൂറോപ്യൻ രാജ്യങ്ങളായ ഫ്രാൻസ്, ബെൽജിയം, നെതർലാൻഡ്, സ്വിറ്റ്സർലൻഡ്, ജർമ്മനി, ഇറ്റലി, വത്തിക്കാൻ എന്നീ രാജ്യങ്ങളും സന്ദർശിക്കുകയും മാർപ്പാപ്പയെ നേരിൽ കാണുവാനുള്ള അവസരവും ലഭിച്ചിട്ടുണ്ട്. അതുപോലെ പാരീസിലെ ഈഫൽ ടവർ സന്ദർശിക്കുകയും ജർമ്മനിയിൽ 2.5 മാസത്തോളം താമസിക്കുകയും പല സ്ഥലങ്ങൾ കണ്ടു ആസ്വദിക്കുകയും ചെയ്തു. ജർമ്മനിക്ക് അടുത്തുള്ള ചെക്ക് റിപ്പബ്ലിക്കിൽ കുറച്ചു ദിവസം താമസിക്കുകയും അവിടെ പല സ്ഥലങ്ങളും സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട്. വിരമിച്ചതിനുശേഷം വേറെ പല രാജ്യങ്ങളും സന്ദർശിക്കുവാനുള്ള പ്ലാനിങ്ങിലാണ് ഇപ്പോൾ. മേഡത്തിന്റെ ഇഷ്ടവിനോദങ്ങളിൽ മറ്റൊന്നാണ് ഫലവൃക്ഷം നടിയിലും അതേപോലെ പച്ചക്കറി കൃഷിയും. ചെടികളെയും പച്ചക്കറികളെയും പരിപാലിക്കുന്നത് വളരെയധികം ഇഷ്ടപ്പെടുന്ന വ്യക്തിത്വമായതിനാൽ സർവീസിൽ നിന്ന് വിരമിച്ചതിനുശേഷം ഇതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് തീരുമാനം. അതുപോലെ മേഡത്തിന്റെ ഭർത്താവിന്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്നതിനും കൃഷിയും യാത്രകളുമായി ജീവിതം കഴിച്ചു കൂട്ടുവാനാണ് മേഡം ഇഷ്ടപ്പെടുന്നത്. പ്രിയമുള്ളവരെ, 36 വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിന് ശേഷം സുമ ഇന്ന് സർവീസിൽ നിന്ന് വിരമിക്കുകയാണല്ലോ. സുമ സർവീസിൽ പ്രവേശിച്ച് 6 മാസത്തിനുള്ളിലായിരുന്നു ഞങ്ങളുടെ വിവാഹം. അതുകൊണ്ട് തന്നെ സർവീസിൻ്റെ എല്ലാ കാര്യങ്ങളും ആദ്യം മുതൽ അവസാനം വരെ നന്നായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഈ ദീർഘകാലത്തെ സർവീസിനിടയിൽ കുഞ്ഞുങ്ങൾ ജനിച്ചപ്പോഴും കുഞ്ഞുങ്ങളെ വളർത്തുന്നതിനും അവരെ പഠിപ്പിക്കുന്നതിനും അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലും അവരുടെ ജോലിക്കാര്യങ്ങളിലും അവരുടെ വിവാഹ കാര്യങ്ങളിലും കൊച്ചുമക്കളുടെ കാര്യങ്ങളും അതിലുപരി എൻ്റെയും സുമയുടെയും മാതാപിതാക്കളുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിറവേറ്റുവാൻ ഔദ്യോഗിക ജീവിതം ഒരു തടസ്സമായിരുന്നില്ല. അതിനുള്ളിൽ ഇതെല്ലാം ഭംഗിയായിട്ട് ചെയ്യുവാൻ സാധിച്ചു എന്നുള്ളത് എനിക്ക് നിസ്സംശയം പറയാൻ പറ്റുന്നൊരു കാര്യമാണ്.
സുമ സർവീസിൽ അധികകാലം തിരുവനന്തപുരത്തായിരുന്നു എങ്കിലും തൻ്റേതല്ലാത്ത കാരണത്താൽ ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്തപ്പോഴും ആ സ്ഥാനത്തും തൻ്റെ കർത്തവ്യം കൃത്യമായിട്ട് നിറവേറ്റി എന്നുള്ളത് ഞാനിപ്പോൾ ഓർക്കുന്നു. കൊറോണ അധികമായി ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ ഇവിടുന്ന് കാറിലാണ് പലപ്പോഴും കണ്ണൂരൊക്കെ പോകുന്നത്. ഏറ്റുമാനൂരായിരുന്നപ്പോഴും എല്ലാ ദിവസവും സുമ പോയി ഓഫീസിൽ പോയി തിരിച്ച് വീട്ടിൽ വരുമായിരുന്നു. ദിവസവും 4.5 മണിക്കുള്ള ട്രെയിനിൽ യാത്ര ചെയ്ത് രാത്രി തിരികെ എത്തുക എന്നുള്ളത് നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയാവുന്നൊരു കാര്യമാണ്, എന്തുമാത്രം ബുദ്ധിമുട്ട് അതിനകത്തുണ്ടെന്നുള്ളത്. അവിടെയൊക്കെ കൃത്യമായിട്ട് തൻ്റെ കർത്തവ്യത്തിൽ ആയിരിക്കുവാൻ കഴിഞ്ഞു, അത് ചെയ്തു എന്നുള്ളത് ഏറെ ചാരിതാർത്ഥ്യത്തോടു കൂടി ഓർക്കുന്നൊരു കാര്യമാണ്. തൻ്റെ സർവീസ് ജീവിതത്തിൽ സഹപ്രവർത്തകരോടുള്ള കരുണ, അവരോടുള്ള മനോഭാവം, ഇതൊക്കെ ഏറ്റവും വലുതായിരുന്നു. അതിനുദാഹരണമാണ് ഈ കഴിഞ്ഞ 2 മാസമായിട്ട് സുമയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അംഗീകാരങ്ങളും നിങ്ങളൊക്കെ കൊടുത്ത സെൻഡ് ഓഫ് മീറ്റിങ്ങുകളും പാരിതോഷികങ്ങളൊക്കെ. അതിനൊക്കെ വളരെയധികം സന്തോഷമുണ്ട്. ഒരു അക്കൗണ്ട്സ് ഓഫീസറായിട്ട് വിരമിക്കുവാൻ സാധിച്ചു എന്നുള്ളത് ഏറെ ദൈവാനുഗ്രഹത്താൽ ലഭിച്ചൊരു കാര്യമാണ് എന്ന് ഞാൻ ഈ സമയം പറയട്ടെ. ഞാനും ഒരു ഔദ്യോഗിക ജീവിതത്തിലായിരുന്ന ഒരാളായതുകൊണ്ട് തന്നെ കുടുംബത്തിൽ എന്തുമാത്രം ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ കുട്ടികളുടെ കാര്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ്. അവിടെയൊക്കെ കുടുംബത്തിൻ്റെ കാര്യങ്ങളും ഔദ്യോഗിക ജീവിതം ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളത് ഏറെ പ്രശംസനീയമാണ്. തുടർന്നുള്ള ജീവിതം ഇനിയൊരു പുതിയ പാതയിലേക്കുള്ള യാത്രയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ കൂടെ പ്രവർത്തിച്ചവരൊക്കെ വിട്ട് മറ്റൊരു പാതയിലൂടെ യാത്ര, ജീവിതത്തിൻ്റെ വേറൊരു അവസ്ഥയിലൂടെ ഞാനും അതിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. ഇനി ഞങ്ങളുടെ കർത്തവ്യം ധാരാളമുണ്ട്. അവിടെയൊക്കെ ദീർഘായുസ്സും ആരോഗ്യമൊക്കെ ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഡിപ്പാർട്ട്മെൻറ്റ് മേലധികാരികൾക്കും സർക്കാർ മേലധികാരികൾക്കും ഞങ്ങളെ ഇത്ര സഹായിക്കുകയും എല്ലാം ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും സുമയുടെ സഹപ്രവർത്തകർക്കും എല്ലാവരോടുള്ള നന്ദിയും കടപ്പാട് ഞാൻ ഈ സമയം അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. Hello, Mummy. Happy retirement. Enjoy. സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സുമ മേഡത്തിന് ശിഷ്ടകാലം മനോഹരമായ ജീവിതവും ഒരുപാട് യാത്രകളും ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥനയോടെ സ്റ്റാഫ് കമ്മിറ്റി ആശംസിക്കുന്നു.